സൂപ്പർ റിസൾട്ടാണ്. ഒരാഴ്ച കുടിച്ചാൽ മാത്രം മതി, നമുക്ക് എത്ര ലെവൽ കൂടി നിന്നിട്ടുണ്ടെങ്കിലും ആ കൊളസ്ട്രോൾ താഴ്ന്ന് നോർമൽ ലെവലിലേക്ക് എത്തും. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്കാണ്. അപ്പം നമ്മുടെ ഈ ചാനൽ നമ്മൾ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി റിലേറ്റഡ് ടോപ്പിക്സ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഒരു ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്കാണ്. സംഭവം നമ്മുടെ കൊളസ്ട്രോളും ഷുഗറും ഒക്കെയാണ്. അപ്പം ഞാനൊരു 5 ഡ്രിങ്ക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഷുഗറോ ഒക്കെ ഒന്ന് ലെവലപ്പായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള രീതിയിലാക്കാൻ പറ്റിയ ഒരു പവർഫുൾ 5 ഡ്രിങ്ക്സിനെ കുറിച്ചാണ് പറയുന്നത്. കൂടെ ഞാനൊരു കോംപ്ലിമെൻ്ററി ഡ്രിങ്കും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ യൂസ് ചെയ്തിട്ട് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഡ്രിങ്കാണ്. അതായത് നമ്മുടെ കൊളസ്ട്രോൾ പെട്ടെന്ന് തന്നെ കുറയാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് കൂടെ ഞാനിത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികൾ പോലും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു നമ്മുടെ ബ്ലഡിലെ കൊളസ്ട്രോൾ ലെവൽ കൂടുക, അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ വാല്യൂസ് കൂടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വരാതിരിക്കാനും അതുപോലെ തന്നെ ഇച്ചിരി ഒന്ന് ലെവലപ്പായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു 5 പവർഫുൾ പ്ലസ് ഒരു കോംപ്ലിമെൻ്ററി ഡ്രിങ്കും കൂടെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് പവർഫുൾ ഡ്രിങ്ക് എന്ന് പറയുന്നത് തക്കാളി ജ്യൂസാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ, തക്കാളി മാത്രമേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒരു തക്കാളി എടുക്കുക, ഗ്രൈൻഡ് ചെയ്യുക, കുടിക്കുക, അത് മാത്രമേ ഉള്ളൂ. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡ്രിങ്കാണ്. കാരണം ഇതിൽ ലൈക്കോപ്പീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മളെ ബ്ലഡ് ഷുഗർ വാല്യൂയും കൊളസ്ട്രോൾ ഒക്കെ കുറയ്ക്കാനായിട്ടും അതുപോലെ നോർമൽ വാല്യൂവിൽ എത്തിക്കാനായിട്ടും ഏറ്റവും നല്ലൊരു പവർഫുൾ ഡ്രിങ്കാണ് ഈ തക്കാളി ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പം ബ്ലഡ് ഷുഗറും അതുപോലെ തന്നെ കൊളസ്ട്രോളൊക്കെ ഒന്ന് കൂടി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തക്കാളി ജ്യൂസ് കുടിച്ചൊക്കെ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഡ്രിങ്കാണ് ഈ തക്കാളി ജ്യൂസ് എന്ന് പറയുന്നത്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ളൊരു പവർഫുൾ ഡ്രിങ്കാണ് ഈ തക്കാളി ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പം ഇതൊന്ന് നോട്ട് ചെയ്തോളൂ. അപ്പം നമ്മുടെ ഫസ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുന്നത് തക്കാളി ജ്യൂസാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സിന്നമൺ ടീ ആണ് കേട്ടോ. അതായത് നമ്മുടെ കറുവാപ്പട്ട ഇട്ട് ചായ കുടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സിന്നമൺ ടീ നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗറും അതുപോലെ തന്നെ കൊളസ്ട്രോളും നിയന്ത്രിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ കറുവാപ്പട്ടയുടെ ചായ കുടിക്കുന്നത്. സിന്നമൺ ടീ അത് നമുക്ക് രാത്രി കുടിക്കാം കേട്ടോ. രാത്രി നമ്മൾ കിടക്കാൻ നേരത്ത് ഒരു സിന്നമൺ ടീ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് ഷുഗറും അതുപോലെ തന്നെ ലിപ്പിഡ് അതായത് കൊളസ്ട്രോൾ വാല്യൂ ഒന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ സിന്നമൺ ടീ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ഡ്രിങ്ക്. ഇനി അടുത്തത് ഗ്രീൻ ടീ ആണ്. അത് നമ്മൾ സിന്നമൺ ടീ പറഞ്ഞതുപോലെ തന്നെയാണ് ഗ്രീൻ ടീയും. അത് നമുക്ക് രാത്രി കുടിക്കാം. ഇതിലും ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രീൻ ടീ കുടിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ പ്രമേഹവും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവലൊക്കെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ഏറ്റവും നല്ലതാണ് ഗ്രീൻ ടീ കുടിക്കുന്നത്. അപ്പോൾ സിന്നമൺ ടീയും ഗ്രീൻ ടീയും ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് തിരഞ്ഞെടുത്ത് അതിലേതെങ്കിലും ഒന്ന് ശീലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ഗ്രീൻ ടീ ആണ് മൂന്നാമത്തെ ഡ്രിങ്ക്. ഇനി അടുത്തത് നെല്ലിക്ക ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നെല്ലിക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റേ ലൗലോലിക്ക അതല്ല, നമ്മൾ കാട്ടു നെല്ലിക്ക ഉണ്ടല്ലോ, അംല എന്നൊക്കെ പറയുന്ന ആ ഒരു നെല്ലിക്കയാണ്. ആ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഒത്തിരി ധാരാളം വൈറ്റമിൻസ്, എസ്പെഷ്യലി വൈറ്റമിൻ സി അതുപോലെ തന്നെ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു നെല്ലിക്ക എന്ന് പറയുന്നത്. അപ്പോൾ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നതും ഈ കൊളസ്ട്രോൾ ലെവലും അതുപോലെ തന്നെ ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ഡ്രിങ്ക്. ഇനി നമ്മുടെ അഞ്ചാമത്തെ ഡ്രിങ്ക് എന്ന് പറയുന്നത് മഞ്ഞൾ പാലാണ് കേട്ടോ. ടർമറിക് മിൽക്ക് എന്ന് പറയും. കാരണം ഈ ഒരു മഞ്ഞളിൽ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. അതായത് LDL കൊളസ്ട്രോളിനെ കുറയ്ക്കാനായിട്ട് ഈ പറഞ്ഞ പാനീയങ്ങളെല്ലാം നമ്മുടെ LDL കൊളസ്ട്രോളിനെയാണ് കേട്ടോ നമ്മൾ മാനേജ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഈ ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ ഒത്തിരി അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഒരു മഞ്ഞൾ പാല് കുടിക്കുന്നത്. അപ്പോൾ കൊളസ്ട്രോളും അതുപോലെ തന്നെ പ്രമേഹവും ഒക്കെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ മഞ്ഞൾപ്പാൽ കുടിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു കോംപ്ലിമെൻ്ററി ഡ്രിങ്കാണ് കേട്ടോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഒരു കോംപ്ലിമെൻ്ററി ഡ്രിങ്ക് ഉണ്ടെന്ന്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു നോർമൽ ലെവലിലേക്ക് പെട്ടെന്ന് എന്താ പറയുക പിടിച്ച് കെട്ടിയ പോലെ നമുക്ക് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പുളിഞ്ചിക്കയാണ് കേട്ടോ. ഇരുമ്പാമ്പുളി എന്നൊക്കെ പറയും. ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരെണ്ണം മാത്രം മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ പവർഫുൾ ഇൻഗ്രീഡിയൻ്റ് അറിയാലോ, വെളുത്തുള്ളി. ഇതൊരിക്കലും ഒഴിവാക്കരുത്. 2 അല്ലി വെളുത്തുള്ളി മാത്രം മതി. പിന്നെ വേണ്ടത് കാന്താരി മുളകാണ്. അത് ഒരെണ്ണം മാത്രം മതി കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിലാണ് ഇത് കുടിക്കുന്നത്. അപ്പോൾ അസിഡിറ്റി പ്രശ്നമൊക്കെ ഉള്ളവർ കാന്താരി മുളക് വേണമെങ്കിൽ ഒഴിവാക്കിക്കോളൂ. പിന്നെ നമ്മൾ ചേർത്ത് 2 ഇതള് കറിവേപ്പിലയാണ്. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് തൈരാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തൈരും ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
എന്നിട്ട് നമ്മൾ ഇതൊരു ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി കൊടുക്കുക. എന്നിട്ട് ആ ജാറിൽ കുറച്ചുകൂടി വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് കുടിക്കുക കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്തില്ലെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രിങ്ക്. സൂപ്പർ റിസൾട്ടാണ്. ഒരാഴ്ച കുടിച്ചാൽ മാത്രം മതി. നമുക്ക് എത്ര ലെവൽ കൂടി നിന്നിട്ടുണ്ടെങ്കിലും ആ കൊളസ്ട്രോൾ താഴ്ന്ന് നോർമൽ ലെവലിലേക്ക് എത്തും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഡ്രിങ്കാണ് ഈ പറയുന്ന തൈരിൽ ഈ വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ഇത് പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ഈ പുളിഞ്ചിക്ക ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അത്രയും നിർബന്ധമല്ല. പക്ഷേ വെളുത്തുള്ളി എന്തായാലും ഒരു മസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. വെളുത്തുള്ളി ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും നല്ലൊരു പവർഫുൾ ഡ്രിങ്കാണ് ഈ തൈരിൽ ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുടിക്കുന്നത്. ജസ്റ്റ് ഒരു വീക്ക് കുടിച്ചു നോക്കുക, അത്രയും അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോംപ്ലിമെൻ്ററി ഡ്രിങ്ക്. അപ്പോൾ ഈ ഒരു 6 ഡ്രിങ്ക് നിങ്ങൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ കൊളസ്ട്രോളൊക്കെ കൂടി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റിയ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡ്രിങ്ക്സാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഡ്രിങ്ക്സ് മാത്രമല്ല, നമ്മളിതുപോലെ ഈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് അതുപോലെ തന്നെ റെഡ് മീറ്റ് മധുരമുള്ളവയൊക്കെ ജസ്റ്റ് ഒന്ന് ഡയറ്റിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഡ്രിങ്കൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നോർമൽ ലെവലിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ കൊളസ്ട്രോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അതായത് ഒരു 20 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു 3-4 വർഷത്തിൽ ഒരിക്കലൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഈ കൊളസ്ട്രോൾ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഹൈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ പ്രമേഹമൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ 3 മാസത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ ഒക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുമ്പോഴേക്കും ലിപ്പിഡ് പ്രൊഫൈലായിട്ട് വേണം നോക്കാനായിട്ട്. ടോട്ടൽ കൊളസ്ട്രോൾ അല്ല, ലിപ്പിഡ് പ്രൊഫൈലായിട്ട് നോക്കുമ്പോൾ നമുക്ക് എല്ലാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അതായത് HDL, LDL, VLDL, ട്രൈഗ്ലിസറൈഡ്, ടോട്ടൽ കൊളസ്ട്രോൾ എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അതായത് ബാഡ് കൊളസ്ട്രോൾ, ഗുഡ് കൊളസ്ട്രോൾ എല്ലാം അറിയുന്ന രീതിയിൽ ലിപ്പിഡ് പ്രൊഫൈലായിട്ട് വേണം കേട്ടോ ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലാത്തവരാണെങ്കിൽ 3 to 4 ഇയേഴ്സിൽ ഒരിക്കലൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഈ ഡ്രിങ്ക്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ കണ്ടന്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഓക്കെ, ബൈ.